CPM-നെ പറ്റി പറയാനാണെങ്കിൽ നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. പി ശശി ഉൾപ്പെടെയുള്ള ഇന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന പി ശശി മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ MLA M മുകേഷ്, മന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ തുടരുകയാണല്ലോ. അപ്പോൾ അതൊന്നും പറയാനുള്ള അവകാശമൊന്നും ധാർമ്മികമായ അവകാശം CPM-നും BJP-ക്കും ഇല്ല. പിന്നെ കോൺഗ്രസ് ഇവിടെ എടുത്തത് ഏറ്റവും മാതൃകാപരമായ ഒരു നടപടിയാണ്. ആരോപണം ഉന്നയിച്ച ഉടനെ തന്നെ അതിൻ്റെ ആധികാരികത നോക്കാതെ, അതിൻ്റെ തീവ്രത അളക്കാതെ, ഒരു ഡിജിറ്റൽ തെളിവുകളുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് വരുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം ആധികാരികമാണ് എന്നൊന്നും തന്നെ നോക്കാതെ ഒരാരോപണം വന്നപ്പോൾ തന്നെ വളരെ മാതൃകാപരമായി പാർട്ടി പോസ്റ്റിൽ നിന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പോസ്റ്റിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. പാർട്ടി ചെയ്യാവുന്ന ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള നടപടി AICC-യുടെ നേതൃത്വം മുതൽ ഇങ്ങോട്ട് വളരെ മാതൃകാപരമായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ തെളിവുകൾ വരട്ടെ, കേസ് കൊടുക്കാൻ തയ്യാറാവട്ടെ. ഈ പറഞ്ഞ ആരും തന്നെ ഒരു നിയമ നടപടിയിലേക്ക് പോയിട്ടില്ല നിലവിൽ. അത് പോകാത്തിടത്തോളം കാലം മറ്റുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം ആ സ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യത്തിലായിരിക്കുമല്ലോ. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായെന്നോ ഒന്നും പരാതി വന്നിട്ടില്ലല്ലോ. ഈ പരാതി പറയുന്നവർ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. പേര് പോലും പറയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ചാനലുകൾ കാണിക്കുന്നത്, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ, മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഫോണിൽ നിന്ന് ആണ് ഇതിപ്പോൾ സ്ക്രീൻഷോട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടേ? ഒരാളെക്കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായി വരികയാണെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും തീർച്ചയായിട്ടും അതിനെ നേരിടും. VK ശ്രീകണ്ഠന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തിയ നടിയുടേതായി പുറത്തു വന്നില്ല. അതൊരു കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല. അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ശരിയായ പ്രസ്താവനയാണ്. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നത്. ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു കാരണവശാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പരാതികളിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയായിരിക്കും പാർട്ടി നിലപാടെടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. പരാതിക്കാരെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അല്ല, അത് അദ്ദേഹം രാജിവെച്ചല്ലോ. ഇനി അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. തെളിവ് ചോദിക്കാതെയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷമല്ല, തെളിയിക്കുന്നതിന് മുൻപ് തന്നെ, ആരോപണം വന്നപ്പോൾ തന്നെ, അത് നിയമപരമായി ഒരു പരാതി വരുന്നതിന് മുൻപ് തന്നെ മാറി നിൽക്കുന്ന ഒരു മാതൃകാപരമായ രീതി CPM-ഉം BJP-യും കണ്ടുപിടിക്കണം. ബ്രിജ്ഭൂഷണെ ഇത്രയും കാലം കൊണ്ടു നടന്നു. ശശീന്ദ്രനെയും M മുകേഷിനെയും ഒക്കെ ന്യായീകരിക്കുന്ന പാർട്ടിയാണ്. പരാതി പറഞ്ഞ പത്മനാഭൻ എന്ന് പറയുന്ന മുൻ MLA, CPM-ന്റെ MLA, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്?